ശാപം കിട്ടിയവനെന്ന് പറഞ്ഞവൻ യഹോവയുടെ പക്ഷത്തേക്ക് മാറി നിന്നപ്പോൾ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായിട്ട് മാറുന്നു. നീ സകല ഗോത്രങ്ങളിലും അനുഗ്രഹിക്കപ്പെട്ടവർ എന്നാണ് ഈ ലേവി ഗോത്രത്തെക്കുറിച്ച് പറയുന്നത്. ഈ ശാപമെന്നും പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ ഇന്ന് നടക്കുന്നുണ്ട്. അതായത് ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ, എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ, ബിസിനസ്സിലൊരു തകർച്ച വന്നാൽ അതാ വല്യപ്പൻ്റെ ശാപമാണ്, വല്യമ്മയുടെ ശാപമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. അത് മുറിക്കാനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരുമുണ്ട്. അപ്പോൾ അവർ വന്ന് ശാപം മുറിച്ച് തരും. 2000 വർഷം മുമ്പ് കാൽവറിയിൽ നിന്റെ സകല ശാപങ്ങളും കർത്താവ് മുറിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് കയറി മുറിക്കാൻ തയ്യാറുള്ളവൻ ആരാ? നിന്റെ കർത്താവ് നിന്റെ ശാപം മുറിച്ചെങ്കിൽ അതിന്മേൽ കയറി മുറിക്കാനായിട്ട് നിന്നോട് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? യഹോവയുടെ പക്ഷത്തേക്ക് മാറി നിൽക്കുന്നവനെ നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. നീ കർത്താവിന്റെ പക്ഷത്തേക്ക് മാറി നിന്ന് കഴിയുമ്പോൾ നീ ശപിക്കപ്പെട്ടവനല്ല, നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. ഈ ഒരു ഉൾക്കാഴ്ച നമുക്ക് വേണ്ടത് കേട്ടോ. അല്ല, ശാപം വഹിച്ചുകൊണ്ട് നടക്കുന്നവനല്ല നിങ്ങൾ. 2000 വർഷം മുൻപ് നിങ്ങളുടെ സകല ശാപങ്ങളും തൻ്റെ ക്രൂശിൽ അവൻ വഹിച്ചു കഴിഞ്ഞു. അപ്പോൾ പിന്നെ നീ ശപിക്കപ്പെട്ടവനല്ല, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ് കേട്ടോ. ഈ ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടായിരിക്കണം.